വയസ്സുകാരൻ സ്വന്തം സംഭവവുമായി ബന്ധപ്പെട്ട് പാങ്ങോടും വെഞ്ഞാറമൂടും പോലീസ് സ്റ്റേഷനിലായിട്ട് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രതിയെ പോലീസ് നിരീക്ഷണത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. എന്താണ് ഇതിന്റെ ഒരു മോട്ടീവ് പറയുന്നത്? എന്താണ് മോട്ടീവ് അങ്ങനെ കൃത്യമായി പറയണമെങ്കിൽ ഇത് അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പ്രതിയുടെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പ്രതി ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ട് അതെല്ലാം നമുക്ക് അന്വേഷണത്തിൽ വിശദമായിട്ട് അന്വേഷണം നടത്തി. ഈ കുടുംബത്തിൽ എന്തോ സാമ്പത്തിക പ്രശ്നമുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള സൂചന. അതെല്ലാം നമ്മൾ വിശദമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കൂ. എത്ര പേര് മരിച്ചു? എന്താണ് ഇപ്പോൾ സിറ്റുവേഷൻ? 5 പേര് മരണപ്പെട്ടതായിട്ട് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാള് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ക്രിട്ടിക്കലാന്നുള്ളതാണ്. ചുറ്റി കൊണ്ട് ആക്രമിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വെപ്പൺ ഉണ്ടോ എന്നും കൂടി പരിശോധിക്കുന്നുണ്ട്. സ്വർണം മോഷണം പോയതായിട്ട് സംശയിക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് ഒരു രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണിക്ക് വരെയുള്ള സമയത്തിനിടയ്ക്കാണ് എല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത്. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അന്വേഷണം നടത്തിയെങ്കിലേ പറയാം. അതെല്ലാം നമ്മൾ അന്വേഷിച്ച് പറയാം. ഇവിടുത്തെ ഇൻക്വസ്റ്റിന് ശേഷം എന്തായാലും പോസ്റ്റ്മോർട്ടം നാളെ സാധിക്കുള്ളൂ. നമ്മൾ ഗാർഡ് ചെയ്തിട്ട് ബാക്കി തെളിവെല്ലാം ശേഖരിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് നടത്തിയതിന് ശേഷം ചെയ്യുള്ളൂ. അതെല്ലാം നമ്മൾ വിശദമായിട്ട് പരിശോധിക്കും. ബ്ലഡ് സാമ്പിൾ അടക്കം എടുത്തിട്ട് നമ്മൾ അതിന്റെ പരിശോധന. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പ്രതി എന്താണ് അവന്റെ ഒരു ഒക്യുപേഷൻ എന്താണ് ഉണ്ടായിരുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അതെല്ലാം പരിശോധിച്ച് അറിയിക്കാം. പ്രതി അത്ര സീരിയസ് ആയിട്ട് തോന്നുന്നില്ല. പ്രതി അല്ല, അതെല്ലാം പരിശോധനയ്ക്ക് ശേഷം അറിയിക്കാൻ പറ്റില്ല. പ്രണയത്തിന്റെ ഒരു എന്തോ അത് അറിയില്ല. അതെല്ലാം പരിശോധിക്കട്ടെ. റൂറൽ SP കെ സുദർശനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ വീണ്ടും കണ്ടത്. മനസ്സിലാക്കുന്നത് ചുള്ളാളത്ത് ലത്തീഫിന്റെയും ഷാഹിദയുടെയും വീട്ടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പേരുമലയിലെ ഈ അഫാന്റെ വീട്ടിൽ ആദ്യഘട്ടത്തിൽ തന്നെ എത്തിയിരുന്നു റൂറൽ SP സംഘവും. ഇപ്പോൾ അവിടെ നിന്ന് ചുള്ളാളത്തെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അലക്സ് മുഹമ്മദ് തുടരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്. അലക്സ്, ഇപ്പോൾ റൂറൽ SP പറയുന്നത് പ്രതിയുടെ ആരോഗ്യനില അത്ര പ്രശ്നമല്ല, പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു മൊഴിയെടുപ്പിന് വിശദമായ കാര്യങ്ങൾ ചോദിക്കുന്നതിന് സാധിച്ചിട്ടില്ല എന്നാണ്. ഗോകുല, ഭക്ഷണത്തിൽ കലർത്തി താൻ എലിവിഷം കഴിച്ചു എന്നാണ് അഫാൻ പോലീസിനോട് മൊഴി നൽകിയത്. പോലീസിനോട് പറഞ്ഞത് അങ്ങനെയാണ്. തുടർന്നാണ് പോലീസ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അഫാൻ എത്തിച്ചത്. മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി വിഭാഗത്തിൽ റെഡ് സോണിലാണുള്ളത്. അത്യസന്ന വിഭാഗത്തിലുള്ള ആളുകളെ പ്രവേശിപ്പിക്കുന്ന ഇടമാണ് റെഡ് സോൺ. അത് ഇയാൾ ഈ വിഷം കഴിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇയാൾ അവിടേക്ക് പ്രവേശിപ്പിച്ചതും. അതിനുള്ള തുടർ പരിശോധനയും നൽകുകയാണ്, തുടർ ചികിത്സ നൽകുകയാണ്. ആദ്യഘട്ടത്തിൽ അഫാൻ ചികിത്സയോട് സഹകരിക്കുന്ന നിലയുണ്ടായിരുന്നില്ല. അയാൾ ചികിത്സയോട് വിസമ്മതിക്കുകയായിരുന്നു. പിന്നാലെ ഡോക്ടർമാരുടെയൊക്കെ നിർബന്ധത്തെ തുടർന്ന് അയാൾ ചികിത്സയ്ക്ക് വഴങ്ങുകയായിരുന്നു. ഇപ്പോൾ വിഷമുള്ളിൽ ചെന്നാൽ, വയറിൽ വിഷം ചെന്നാൽ വയറിൽ നിന്ന് സ്വാഭാവികമായി കഴുകിക്കളയണം. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞ് അയാൾ സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമായിരിക്കും അയാളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ സാധിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഈ മോട്ടീവ് സംബന്ധിച്ച് പലതരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് ഒരുപക്ഷെ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യമാകാം എന്ന് പറയുന്നു. അലക്സ്, തുടരുക. ഇപ്പോൾ ഈ ചുള്ളാളത്ത് ലത്തീഫിന്റെയും ഷാഹിദയുടെയും വീട്ടിൽ, അതായത് ഈ പ്രതി അഫാന്റെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിൽ ഇപ്പോൾ പോലീസിന്റെ വിശദമായ പരിശോധന നടക്കുകയാണ്. അവിടേക്കാണ് മുമ്പ് സൂചിപ്പിച്ച പോലെ റൂറൽ SP സംഘവും എത്തിയിരിക്കുന്നത്.